ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമുക്കിന്ന് അരയന്നത്തിനെ വരയ്ക്കുവാനായിട്ട് പഠിക്കാം. അരയന്നം വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. അതിൻ്റെ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ താമരപ്പൊയ്കയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് അരയന്നവും കൂടെ ചേർത്ത് വരയ്ക്കാറുണ്ട്. അരയന്നം വരയ്ക്കാനായിട്ട് 2 മെത്തേഡ് കാണിച്ചു തരാം. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ പീക്കോക്ക് വരച്ചതുപോലെ തന്നെ 2 ഓവൽ ഷേപ്പ് വരയ്ക്കാം. ആദ്യമേ ഒരു ചെറിയ ഓവൽ ഷേപ്പും പിന്നെ ഒരു വലുതും വരയ്ക്കുക. എന്നിട്ട് രണ്ടിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വരയ്ക്കാം. അരയന്നത്തിൻ്റെ നെക്ക് ഒരുപാട് നീളത്തിൽ വരയ്ക്കരുത്, എന്നാൽ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുകയും വേണം. ഈ ബേസ് ഡ്രോയിങ് കണ്ടല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, പീക്കോക്ക് വരയ്ക്കുമ്പോൾ തലയുടെ ഭാഗം ഒന്ന് ഉരുട്ടി വരയ്ക്കണം. അരയന്നം വരയ്ക്കുമ്പോൾ ഒന്ന് പരന്നിരിക്കുന്ന ഷേപ്പിൽ വരയ്ക്കണം. അതായത് ആ ഓവൽ ഷേപ്പിൽ തന്നെ ആ തലയുടെ ഭാഗം വരച്ചു കൊടുക്കുക. ഉരുട്ടി വരയ്ക്കരുത്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ പീക്കോക്ക് വരച്ചതായിരുന്നു, അതുകൊണ്ട് അരയന്നം വരയ്ക്കുവാൻ എളുപ്പമാണ്. അതേ മെത്തേഡ് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തലയുടെ ഭാഗം ഒന്ന് പരത്തി വരയ്ക്കുക. ചുണ്ട് വരയ്ക്കുമ്പോഴും ഒരുപാട് ഷാർപ്പായിട്ട് വരയ്ക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് വളച്ച് വയറിൻ്റെ ഭാഗമൊക്കെ നല്ല ഉരുട്ടി വരയ്ക്കുക. ചിറകുകൾ നമ്മൾക്ക് ഒരുപാട് നീട്ടി വരയ്ക്കേണ്ട ആവശ്യമില്ല. പീക്കോക്കിനാണ് നമ്മളിങ്ങനെ വിടർത്തി വരയ്ക്കുന്നത്. ഇതൊന്ന് ഇപ്പോൾ അരയന്നം എല്ലാവരുടെ മനസ്സിലറിയാമല്ലോ, ഞാൻ അതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊന്ന് ആ ഒരു ഭംഗിക്കനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക. ചുണ്ടും ഒരുപാട് ഷാർപ്പാക്കിയിട്ട് വരയ്ക്കരുത്. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വരയ്ക്കുമ്പോൾ അരയന്നം ആണെങ്കിലും പീക്കോക്ക് ആണെങ്കിലും നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ നെക്കിലും വയറിൻ്റെ ഭാഗത്തുമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് മ്യൂറലിൽ നമ്മൾ വരയ്ക്കുന്നതെന്നും കൂടെ ഞാൻ കൊടുക്കാം. നെക്കിൽ ഞാനിപ്പം വളരെ ചെറുതായിട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇനി ഇതിനെ ഒന്ന് കളർ ചെയ്യാനും കൂടെ പഠിക്കാം കേട്ടോ. കളർ മിക്സിംഗ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. കളർ മിക്സിങ് പഠിച്ചതിന് ശേഷം നമുക്കൊരു അരയന്നവും താമരയും എല്ലാം ചേർത്ത് വെച്ചിട്ട് വരയ്ക്കാം. ഇനി ഞാനിവിടെ 3 ഭാഗമായിട്ട് ചിറകിൻ്റെ വശം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ റിങ് പോലെയാണ്. ഈ മണിമാലയുടെ റിങ് പോലെ വരയ്ക്കണമെന്നില്ല, അല്ലെങ്കിൽ നീട്ടി വരയ്ക്കാം. ഏതാണോ ഡിസൈൻ ഒന്ന് മനസ്സിൽ വരുന്നത് അതിനനുസരിച്ചിട്ട് വരയ്ക്കും. ഇവിടെയും ഞാനൊരു ഓർണമെൻറ്റിൻ്റെ ഡിസൈന് കൊടുക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ 50 ഡേയ്സ് ചലഞ്ച് കണ്ടിട്ട് വരയ്ക്കുന്നുണ്ട്. വരച്ചെനിക്ക് ഹോംവർക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ. പക്ഷേ കുറച്ച് പേരുടെയൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒന്നും കറക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ചില സമയത്ത് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം ചില സമയത്ത് ഞാൻ കാണില്ല, അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കുമ്പം നല്ല ഡൗട്ട് വരുവാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ. വിളിച്ചാൽ കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആവുന്ന സമയമാണെങ്കിൽ എടുക്കാം. എന്നെ ഒന്ന് വിളിക്കുക. ഇപ്പോൾ ഇവിടെ ചിറകിൻ്റെ ഭാഗം ഞാൻ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3ലും ചിറകിൻ്റെ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുവാണ്. ഈ 3ാമത്തെ ചിറകിൻ്റെ ഭാഗം കൂടെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് അരയന്നത്തിൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അരയന്നം വരയ്ക്കുമ്പോൾ താഴത്തെ വശം ഒന്ന് പരത്തി വരയ്ക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇരിക്കുന്ന രീതിയിലാണ് മിക്കപ്പോഴും വരയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ പരന്ന് അതിൻ്റെ അതായത് വെള്ളത്തിൻ്റെ അലകളുടെ മുകളിലൂടെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ വെള്ളത്തിൻ്റെ ആ ഒരു ഡിസൈനും കൂടെ വരച്ചു കൊടുക്കും. ഇനി ഇതാ വയറിൻ്റെ ഭാഗത്ത് ഞാൻ ആ മണിമാലയുടെ റിങ്ങുകളും കൂടെ വരയ്ക്കുകയാണ്. സ്റ്റോണും പിന്നെ ആ ഒരു 4 ലൈനും വരയ്ക്കുക, ഇടരേഖകൾ വരയ്ക്കുക. ഏറ്റവും പുറമെ ഒന്നുകിൽ ദളം ഡിസൈൻ വരയ്ക്കുക, അതല്ലെങ്കിൽ മണിമാല ഡിസൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ അരയന്നം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് ജലത്തിൻ്റെ ആ ഒരു തരംഗങ്ങളും കൂടെ കാണിക്കാം. അപ്പോൾ അത് ഈസിയാണ്. 2 മെത്തേഡ് കാണിക്കാം. അതും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ താമര വരച്ചു, പിന്നെ അരയന്നം പഠിച്ചു, അതിൻ്റെ കൂടെ ഈ ജലത്തിൻ്റെ ആ ഒരു അലകൾ നോക്കിക്കേ. ഞാൻ ഈ വരയ്ക്കുന്ന പോലെ ഈ ഷേപ്പ് വരയ്ക്കുക. ഇങ്ങനെ വളച്ചെടുത്തിട്ട് ആ വളവിൻ്റെ അവിടെ നിന്ന് തന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും അടുത്തത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വരച്ച് വരച്ച് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ഇങ്ങനെ തന്നെ വരച്ച് പോയാൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് പോലെ വരയ്ക്കാം. ഇങ്ങനെ 2 കുനിപ്പ് പോലെ വരച്ച് ചേർത്ത് വരച്ചു കൊടുക്കുക. ഒരേ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പ്രതലമാണ് കാണിക്കുന്നതെങ്കിൽ അതുപോലെ വരച്ചാൽ മതി. അതല്ലെങ്കിൽ ഈ 2 രീതിയിൽ ഞാനിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ 2 രീതിയിൽ ചേർത്ത് വരച്ചാൽ മതി. ഇനി ജലത്തിൻ്റെ ആ ഒരു ഡിസൈൻ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മണിമാലയൊക്കെ വരച്ചതുപോലെ തന്നെ പാരലൽ ലൈൻസ് വരയ്ക്കുക. പാരലൽ ലൈൻസ് വരച്ചിട്ട് അത് ചെറുത് വരയ്ക്കരുത് കേട്ടോ, കുറച്ച് വലുതായിട്ട് തന്നെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ഡിസൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. 2 പാരലൽ ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ആ 2 ലൈനിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പ് വരയ്ക്കുക. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കുനിച്ചെടുത്തില്ലേ, അകത്തേക്ക് വളച്ചെടുത്തില്ലേ, ആ വളച്ചെടുത്ത് അവിടെ നിന്ന് നേർത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവുക. അങ്ങനെ പോയാൽ മതി. ഇതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കളറിങ് ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 50 ഡേയ്സ് ചലഞ്ചിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡിങ്ങും കൂടെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അലകൾ പഠിച്ചു, ഇതിന് മുന്നേ നമ്മൾ ലോട്ടസ് പഠിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ വരച്ചതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ലോട്ടസ് അതിൻ്റെ അകത്തുകൂടെ വരുന്ന രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ലോട്ടസ് ഇനി വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ലോട്ടസ് പഠിച്ചു, പിന്നെ ഇന്ന് നമ്മൾ അരയന്നം പഠിച്ചു. ഈ 3 ഡിസൈനും കൂടെ ചേർത്ത് നമുക്ക് ചെറിയൊരു പിക്ചർ ക്യാൻവാസിൽ വരയ്ക്കാം. ക്യാൻവാസിൽ വരയ്ക്കാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഡിസൈൻ കുറച്ച് വലുതാക്കിയിട്ട് വരയ്ക്കണം. വരയ്ക്കാനായിട്ടുള്ള ഡിസൈനും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതെല്ലാവരും എന്ത് ചെയ്യണം, ക്യാൻവാസിൽ ഞാൻ പറയുന്ന സൈസിൽ വരയ്ക്കണം. സൈസിൽ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് അതിൽ വരയ്ക്കുക. ഇനി അരയന്നം വരയ്ക്കാനായിട്ട് വേറൊരു ഡിസൈനുകൾ കാണിക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊരു എസ്സിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതായത് മുകളിലൊന്ന് ചെറുതായിട്ട് വളയ്ക്കുക, താഴത്തേക്ക് വരുമ്പോൾ നല്ല വിടർത്തി വരയ്ക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം അരയന്നം വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോഴും നമുക്ക് വരയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പഠിപ്പിച്ചതുപോലെ 2 ഓവൽ ഷേപ്പ് വരച്ചിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് അരയന്നം വരയ്ക്കുക. ഈ 2 മെത്തേഡും പ്രാക്ടീസ് ചെയ്യുക. ഏതാണോ ഓരോരുത്തർക്കും എളുപ്പം അത് വരയ്ക്കുക. ചെറിയ കുട്ടികൾക്കും അതുപോലെ പ്രായമായിട്ടുള്ള ധാരാളം പേര് ക്ലാസ്സിലുണ്ട്, എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ എസ് ഷേപ്പും ഓവൽ ഷേപ്പും ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക, എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ചിറകുകൾ വരയ്ക്കുക. ആ ഓവൽ ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് വരച്ചിടണം കേട്ടോ. എപ്പോഴും ഓവൽ ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് വരച്ചാലേ നമുക്ക് ആ ചിറകിൻ്റെ ഭാഗം നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്ര പോർഷൻ വേണ്ടെന്നുള്ളതെല്ലാം ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ട് വരയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പതുക്കെ കളറിങ്ങിലേക്ക് പോവാം. നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് വന്നു. ബ്രേക്കൊന്നും ഇല്ലാതെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനിടയ്ക്ക് മോൾക്ക് വയ്യാണ്ടായി. രണ്ടാമത് എനിക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അത് നാളെയാണ് തീരുന്നത്. നമ്മൾ ഏകദേശം 30 പേര് വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു എക്സിബിഷൻ നടത്തിയത്. മ്യൂറൽ പെയിൻറ്റിങ് മാത്രമല്ല, കാർട്ടൂണ്, പിന്നെ ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളർ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു പെയിൻറ്റിങ് എക്സിബിഷനായിരുന്നു. അപ്പം ഞാനതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെയാണ് ഈ പെയിൻറ്റിങ്സ് എല്ലാം. അതിൽ മ്യൂറൽ പെയിൻറ്റിങ് നെറ്റിപ്പട്ടവും മാത്രമാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം അതിൻ്റെ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ഇതിനകത്ത് ഇച്ചിരി ചെറിയ ബ്രേക്ക് വന്ന് പോയത് കേട്ടോ. ഇതേപോലെ അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഞാനൊന്ന് മാറി നിൽക്കുക. അല്ലാത്ത സമയത്ത് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞാൻ വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. ഓക്കെ, ബൈ.